പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7ൻ്റെ ചാപ്റ്റർ 6ലെ പേജ് നമ്പർ 143ലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള പോർഷൻസ് എല്ലാം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടതിന് ശേഷം മാത്രം ഫിഗർ ഇറ്റ് ഔട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ചാപ്റ്ററിൻ്റെ പാതിയെന്ന് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇടയ്ക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ലൈറ്റ് ബൾബ് ഈസ് ഓൺ. ഡോർജി ടോഗിൾസ് ഇറ്റ് സ്വിച്ച് 77 ടൈംസ്. വിൽ ദ ബൾബ് ബി ഓൺ ഓർ ഓഫ്? വൈ? അപ്പോൾ ഒരു ബൾബ് ഓണാണ്, ഡോർജി അതിനെ 77 ടൈംസ് ടോഗിൾ ചെയ്യുന്നു. അപ്പോൾ ബൾബ് ഓൺ ആയിരിക്കുമോ ഓഫ് ആയിരിക്കുമോ എന്തുകൊണ്ടാണ് എന്ന് പറയണം. അപ്പോൾ 77 ടൈംസ് ആണ് ചെയ്യുന്നത് അല്ലേ. 77 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ 77ൽ വരുമ്പം ഓണാണോ ഓഫാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ബൾബ് ഓണാണ്. അപ്പോൾ 1ൽ എടുക്കുമ്പം ബൾബ് എന്തായിരിക്കും? ഓഫായിരിക്കും അല്ലേ. 1 എടുക്കുമ്പം ബൾബ് ഓഫായിരിക്കും. നമ്പർ 1 എടുക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുന്നു. 2 എടുക്കുമ്പോൾ ഓൺ ചെയ്യുന്നു. 3 എടുക്കുമ്പോൾ ഓഫ് ചെയ്യുന്നു. 4 ടൈംസ് ടോഗിൾ ചെയ്യുമ്പോൾ ഓൺ ആകുന്നു. 5 ടൈംസ് ടോഗിൾ ചെയ്യുമ്പോൾ ഓഫ് ആകുന്നു. 6 ടൈംസ് ടോഗിൾ ചെയ്യുമ്പോൾ ഓൺ ആകുന്നു. അപ്പോൾ ഇങ്ങനെയൊന്ന് നോക്കിയേ. 1, 3, 5 ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ എന്താണ്? ഓഫാണ് ആകുന്നത് അല്ലേ. ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ ഓൺ ആണ് ആകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 77ൽ വരുമ്പോൾ എന്തായിരിക്കും? 77 ഈസ് ആൻ ഓഡ് നമ്പർ. അപ്പോൾ എന്തായിരിക്കും? ഓഫായിരിക്കും. അതാണ് ഞാൻ എഴുതി സമയം കളയാതിരിക്കാൻ ആൻസർ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡോർജി ടോഗിൾസ് ദ സ്വിച്ച് 77 ടൈംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഓൺ. ആൻ ഓഡ് നമ്പർ ഓഫ് ടോഗിൾസ് വിൽ ലീവ് ദ ബൾബ് ഓഫ് ആൻഡ് ആൻ ഈവൻ നമ്പർ ഓഫ് ടോഗിൾസ് വിൽ ലീവ് ദ ബൾബ് ഓൺ. അപ്പോൾ 77ൽ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ബൾബ് ഓഫായിരിക്കും അല്ലേ. സിൻസ് 77 ഈസ് ഓഡ്, ആഫ്റ്റർ 77 toggles the bulb will be off. അപ്പോൾ നിങ്ങൾ എഴുതുമ്പം ബൾബ് ഇവിടെ ഓണാണ്, അതുകൊണ്ട് 1 ടോഗിൾ ഓൺ എന്ന് എഴുതരുത്. ഓൾറെഡി ബൾബ് ഓണാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ടോഗിൾ ചെയ്യുമ്പോൾ അത് ഓഫാവും. അടുത്ത 2 ടൈംസ് ടോഗിൾ ചെയ്യുമ്പോൾ ഓൺ ആവും. അങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. Lisvini has a large old encyclopedia. When she opened it, several loose pages fell out of it. She counted 50 sheets in total, each printed on both sides. Can the sum of the page numbers of the loose sheets be 6000? Why or why not? അപ്പോൾ ലിസിനിയുടെ കയ്യിൽ ഒരു ലാർജ് ഓൾഡ് എൻസൈക്ലോപീഡിയ ഉണ്ട്. അവളത് തുറന്നപ്പോൾ അതിൻ്റെ കുറേ പേജസ് എന്ത് ചെയ്തു? താഴെ വീണു. അപ്പോൾ അവൾ കൗണ്ട് ചെയ്തപ്പോൾ ടോട്ടൽ അത് 50 ഷീറ്റ്സ് ഉണ്ട്. ഓരോ ഷീറ്റും 2 സൈഡിലും പ്രിൻ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ പേജിൻ്റെ, അതായത് ഓരോ പേജിനും ഓരോ നമ്പർ ഉണ്ടല്ലേ, അത് ആ പേജ് നമ്പേഴ്സിൻ്റെ സമ്മ് 6000 ആവുമോ? അതായത് താഴെ വീണ ഷീറ്റുകളുടെ പേജ് നമ്പേഴ്സിൻ്റെ സമ്മ് 6000 ആകുമോ? എന്തുകൊണ്ടാണ് എന്ന് പറയണം. അപ്പോൾ നമുക്കറിയാം ഓരോ ഷീറ്റിനും 2 പേജസ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു ബുക്കിൻ്റെ പേജ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു സൈഡിൽ ഈവൻ നമ്പറും അടുത്ത സൈഡ് ഓടുമായിരിക്കും വരുന്നത്. ഒരു പേജിൽ ഒരു സൈഡ് ഈവൻ നമ്പറും അടുത്ത സൈഡിൽ ഓഡ് നമ്പറും ആയിരിക്കും വരുന്നത്. അപ്പോൾ 50 ഷീറ്റ് ഉള്ളത് കൊണ്ട് അവിടെ എന്തുണ്ട്? 50 ഈവൻ നമ്പറും ഉണ്ട്, 50 ഓഡ് നമ്പേഴ്സും ഉണ്ട്. മനസ്സിലായല്ലോ? 50 ഈവൻ നമ്പേഴ്സും ഉണ്ട്, 50 ഓഡ് നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും അല്ലേ. ഈവൻ നമ്പേഴ്സിൻ്റെ സം എത്ര പ്രാവശ്യം എടുത്താലും, ഇപ്പോൾ 5 ഈവൻ നമ്പേഴ്സിനെ ആഡ് ചെയ്താലും 10 ഈവൻ നമ്പേഴ്സിനെ ആഡ് ചെയ്താലും എല്ലാം സം എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഇനി സം ഓഫ് ഓഡ് നമ്പേഴ്സ് ടേക്കൺ ഈവൻ നമ്പർ ഓഫ് ടൈം. അതായത് ഓഡ് നമ്പേഴ്സിനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 + 3 2 പ്രാവശ്യം ഓഡ് നമ്പേഴ്സ് എടുത്തു. അപ്പോൾ എന്താണ്? 4 ആണ്.
ഇനി 1 + 3 + 5 എന്ത് വന്നു? 9 വന്നു. കണ്ടോ, 3 പ്രാവശ്യം എടുത്തപ്പോൾ 9 വന്നു. അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്താൽ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്താൽ ഓഡായിരിക്കും. അപ്പോൾ ഇവിടെ 50 ആണ്. ഓഡ് നമ്പറും 50 ആണുള്ളത് അല്ലേ? 50 എന്ന് പറയുന്നത് ഈവൻ ആണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്താൽ എന്ത് തന്നെയായിരിക്കും? ഈവൻ ആയിരിക്കും. അപ്പോൾ 50 ഈവൻ പേജസുമുണ്ട്, 50 ഓഡ് പേജസുമുണ്ട്. അപ്പോൾ 50 ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈവൻ ആണ്, 50 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നതും ഈവൻ ആണ്. ഈവൻ പ്ലസ് ഈവൻ എന്താണ്? ഈവൻ ആണ്. 6000 ഇവിടെ എന്താ? ഈവൻ ആണ്. അതുകൊണ്ട് 6000 വരാം അല്ലേ? ഈ ലൂസ് ഷീറ്റ്സിൻ്റെ പേജ് നമ്പറിൻ്റെ സം എന്ത് വരാം? 6000 വരാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ ആൻസർ എടുത്തിട്ടുണ്ട്. നോക്കിയേ, ഈച്ച് ഷീറ്റ് ഹാസ് 2 pages, വൺ വിത്ത് ആൻ ഈവൻ നമ്പർ ആൻഡ് ദി അതർ വിത്ത് ആൻ ഓഡ് നമ്പർ. അതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. സിൻസ് ദർ ആർ 50 ഷീറ്റ്സ്, സോ ദർ വിൽ ബി 50 pages വിത്ത് ആൻ ഈവൻ നമ്പർ ആൻഡ് 50 pages വിത്ത് ആൻ ഓഡ് നമ്പർ. ദ സം ഓഫ് ദി ഈവൻ numbers is even. The sum of the odd numbers taken even number of time is also ഈവൻ. അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ രണ്ടും ഈവൻ ആണ്. അപ്പോൾ ഈവൻ പ്ലസ് ഈവൻ എന്ത് വരും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഈവൻ പ്ലസ് ഈവൻ ഈസ് ഈവൻ. അപ്പോൾ 6000 ബീയിങ് ഈവൻ, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് സം ഓഫ് ഓൾ ദി പേജ് നമ്പേഴ്സ് ഓഫ് ദി ലൂസ് ഷീറ്റ് കുഡ് ബി 6000. മനസ്സിലായല്ലോ? ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് എ 2 into 3 grid. For each row and column, the parity of the sum is written in this circle. ഇവിടെ നോക്കിയേ, ഞാൻ ഇതേപോലത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. സർക്കിളിൽ തന്നിട്ടുള്ളത് എന്താണ്? പാരിറ്റി ഓഫ് ദി സം ആണ്. അതായത് ഈ ഒരു റോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് നമ്പർ കിട്ടണം, ഈ ഒരു റോ ആഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ കിട്ടണം. അതേപോലെ കോളംസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് സർക്കിളിൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഈവൻ ആൻഡ് O for odd. Fill the 6 boxes with the 3 odd numbers and 3 even numbers to satisfy the parity of the row and column sums. അപ്പോൾ ഇവിടെ ഈ റോ ആഡ് ചെയ്യുമ്പം ഓഡ് കിട്ടണം, ഈ റോ ആഡ് ചെയ്യുമ്പോൾ ഈവൻ കിട്ടണം. അപ്പോൾ നമ്മുടെ റൂള് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു ഓഡ് പ്ലസ് ഓഡ് എന്താണ്? ഈവൻ ആണ്. അതേപോലെ ഈവൻ പ്ലസ് ഈവൻ എന്താണ്? ഈവൻ ആണ്. ഇനി ഈവൻ പ്ലസ് ഓഡ് എന്താണ്? ഓഡാണ്. അപ്പോൾ ഈ ഒരു റൂൾ അറിയാമെങ്കിൽ നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് എന്താ വരേണ്ടത്? ഈവൻ ആണ് വരേണ്ടത്. അപ്പോൾ ഓഡ് പ്ലസ് ഓഡ് ചെയ്താൽ ഈവൻ ആണ്. അപ്പോൾ നമുക്കിവിടെ രണ്ടും ഓടെന്ന് എഴുതാം. ഇനി അടുത്തതും ഈവൻ ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡും കൂടെ ശ്രദ്ധിക്കണം, എന്താണ് കിട്ടേണ്ടതെന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇവിടെയും ഈവൻ ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈവൻ പ്ലസ് ഈവൻ ഈസ് ഈവൻ എന്ന് എഴുതാം. ഇനി നോക്കി, ഇനി നമുക്ക് ഇവിടെ റോയിൽ ഓഡ് വരണം അല്ലേ? ഓഡ് വരണമെങ്കിൽ ഒന്ന് നമ്മൾ ഓൾറെഡി ഓഡ് പ്ലസ് ഈവൻ എഴുതി. ഓഡ് പ്ലസ് ഈവൻ ഓഡാണ്. വീണ്ടും ഓഡ് വരണമെങ്കിൽ അപ്പോൾ എന്തെഴുതണം? ഈവൻ എഴുതണം അല്ലേ? ഈവൻ എഴുതിയാൽ മാത്രമേ വരത്തുള്ളൂ. അതായത് ഓഡ് പ്ലസ് ഈവൻ എഴുതിയപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ എന്ത് കിട്ടി? ഓഡ് കിട്ടി. അപ്പോൾ വീണ്ടും ഇവിടെ ഓഡാകണമെങ്കിൽ ഓഡ് പ്ലസ് ഈവൻ ആണ് ഓഡ്. അപ്പോൾ ഈ ഓഡിൻ്റെ കൂടെ ഒരു ഈവനും കൂടെ വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഓഡാകത്തുള്ളൂ. ഇനി നിങ്ങൾ എഴുതുമ്പോൾ ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് റോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈവനും കിട്ടണം, ഈ കോളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓടും കിട്ടണം. അപ്പോൾ ഓഡ് കിട്ടണമെങ്കിൽ ഈവൻ്റെ കൂടെ എന്താ ആഡ് ചെയ്തേലേ പറ്റൂ? ഓഡ് ആഡ് ചെയ്തെങ്കിലേ പറ്റൂ. ഇനി തിരിച്ചു നോക്കിയേ, ഓടും ഈവനും കൂടെ എന്താവും? ഇത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഓഡാവും. വീണ്ടും ഈവൻ ആണ് ആകണമെങ്കിൽ ഓഡ് പ്ലസ് ഓഡ് എന്താണ്? ഈവൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ഓഡ് കൊടുക്കാം. അപ്പോൾ ഈ റൂള് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് കിട്ടി? ഓഡ് ഈവൻ ഈവൻ, ഓഡ് ഈവൻ ഓഡ്. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് വേണേ ഒന്ന് ചെയ്ത് കാണിക്കാം.
ഇവിടെ ഓഡ് നമ്പറാണ്, അപ്പോൾ ഞാൻ 1 കൊടുക്കുന്നു. ഇവിടെ ഈവൻ 2 കൊടുക്കുന്നു. ഇവിടെ ഈവൻ. അപ്പോൾ 4 എന്ത് കിട്ടി? 4 + 2 6, 6 + 1 7. ഓഡ് കിട്ടി. ഉണ്ടോ? ഓടാണ്. ഇനി താഴെ ഓഡ്. അപ്പോൾ ഞാനിവിടെ 3 കൊടുക്കുന്നു. അടുത്തത് ഈവൻ 4 കൊടുക്കുന്നു. ഓഡിന് ഞാനിവിടെ 5 കൊടുക്കുന്നു. 4 + 3 7, 7 + 5 12. 12 ഈസ് ഈവൻ. 3 + 1 4 ഈവൻ. 4 + 2 6 ഈവൻ. 4 + 5 9 ഓഡ്. കണ്ടോ? കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടി. ഇനി അടുത്തത് 4th question. Make a 3 × 3 magic square with 0 as the magic sum. All numbers cannot be 0. Use negative numbers as needed. അപ്പോൾ നമ്മളോടൊരു 3 × 3 മാജിക് സ്ക്വയർ മാജിക് സം 0 വരുന്ന രീതിയിൽ മേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ നമ്പേഴ്സും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആവശ്യമാണെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാ നമ്പേഴ്സും 0 ആകാൻ പാടില്ല, പക്ഷേ ഒരെണ്ണം എന്താകാം? 0 ആകാം. നമുക്ക് മാജിക് സം എന്ത് വേണം? 0 വേണം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ജനറൽ എന്താണ്, ഈ മാജിക് സ്ക്വയറിൻ്റെ ജനറൽ ഫോം അറിയാമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങോട്ട് നമ്മുടെ ജനറൽ ഫോം ഇങ്ങോട്ട് എഴുതുന്നു. ഓക്കെ, നമ്മുടെ മിഡിലിൽ എന്താണ്? മിഡിലിൽ എം ആണല്ലേ. ഇതാണ് നമ്മുടെ മാജിക് സ്ക്വയർ. മിഡിലിൽ എപ്പോഴും എം ആണ്. ഇനി ഈ കോർണറിൽ എന്തായിരുന്നു? m+3. ഇവിടെ m-3. ഇവിടെ എന്തായിരുന്നു? m+1. ഇവിടെ m-1. ഇവിടെ m-4. ഇവിടെ m+4. ഇനി ഇവിടെ m-2. ഇവിടെ m+2. ഇതാണ് നമ്മുടെ മാജിക് സ്ക്വയറിൻ്റെ ജനറൽ ഫോം. അപ്പോൾ ഇതറിയാമെങ്കിൽ നിങ്ങൾക്കൊരു മാജിക് സ്ക്വയർ മിഡിലെ നമ്പർ എടുത്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാജിക് സ്ക്വയറിൻ്റെ സം 0 ആകണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിലെ നമ്പർ 0 ആയിട്ട് എടുക്കുന്നു. ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് 0 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? m+3. അപ്പോൾ 0 + 3 ഈസ് 3. ഇവിടെ m-4. 0 - 4 ഈസ് -4. ഇനി ഇവിടെ m+1. അപ്പോൾ 0 + 1 ദാറ്റ് ഈസ് 1. ഇവിടെ m-2. അപ്പോൾ 0 - 2 ദാറ്റ് ഈസ് -2. ഇവിടെ m+2. അപ്പോൾ 0 + 2 വരും, ദാറ്റ് ഈസ് 2. ഇവിടെ m-1 ദാറ്റ് ഈസ് 0 - 1 ദാറ്റ് ഈസ് -1. m+4 ദാറ്റ് ഈസ് 0 + 4 ദാറ്റ് ഈസ് 4. ഇവിടെ m-3. അപ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ 0 കൊടുത്താൽ 0 - 3 ദാറ്റ് ഈസ് -3. അപ്പോൾ ഇവിടെ മാജിക് സം 0 ആണോ വരുന്നതെന്ന് നമുക്ക് നോക്കാം. 3 - 4 -1. -1 + 1 0. ഇവിടെ -2 + 2 കൂടെ 0 ആകും. 0 + 0 ഈസ് 0. ഇവിടെ -3 -1 കൂടെ -4 ആകും. -4ഉം 4ഉം കൂടെ 0 ആകും. റോ എല്ലാം 0 ആയി. ഇവിടെയോ -2 -1ഉം കൂടെ -3. -3 + 3 ഈസ് 0. 4 - 4 ഈസ് 0. 0 + 0 0. ഇവിടെ 2 + 1 3. 3 - 3 ഈസ് 0. കണ്ടല്ലോ, ഡയഗണൽ എടുത്താലും 3 - 3 ഈസ് 0. 1 - 1 ഈസ് 0. അപ്പോൾ എല്ലാം നമുക്ക് എന്ത് കിട്ടി? റോയും കോളവും ഡയഗണലും എല്ലാം നമുക്ക് 0 കിട്ടി. അപ്പോൾ ഇതൊരു മാജിക് സ്ക്വയർ ആണ്. മാജിക് സം 0 വരുന്ന മാജിക് സ്ക്വയർ ആണ്. ഇനി